അപ്പോൾ തൊട്ട പൊള്ളുന്ന പൊന്ന് സ്വർണത്തിനിപ്പം 1,00,000 രൂപ കടന്നു അല്ലേ മുത്തുമണീസ്. ഇപ്പം നമ്മൾ ഒരു പവൻ മേടിക്കണമെങ്കിൽ എങ്ങനെ പോയാലും പണിക്കൂലിയും GSTയും എല്ലാം കൂടെ ചേർത്ത് ഒരു 1,10 അല്ല ഒരു 1,11 ഉറപ്പിക്കാം അല്ല. സത്യത്തിലേ പെണ്ണിന് സ്വർണത്തിൻ്റെ ആവശ്യമുണ്ടോ? പെണ്ണിന് പൊന്നിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോഴും നേരം വെളുക്കാത്ത കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുമുള്ളിടത്തോളം കാലം പെണ്ണിന് സ്വർണത്തിൻ്റെ ആവശ്യം ഉണ്ട് അല്ലേ. ഇപ്പോൾ ഒരു പെണ്ണിൻ്റെയും ചെക്കൻ്റെയും കല്യാണം ഉറപ്പിച്ചാൽ, ഒരു ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കല്യാണം കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ചുറ്റിനും നമ്മുടെ ചെവിക്ക് കാതിന് ചുറ്റും കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാചകമാണ് അവന് എത്ര പവൻ സ്വർണം കിട്ടി, ആ കൊച്ചിന് എത്ര പവൻ സ്വർണം അവരുടെ വീട്ടിൽ നിന്ന് കൊടുത്തു എന്ന്. ഒരു പെണ്ണിന് അവളുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സ്വർണത്തിൻ്റെ അളവും പവനും തൂക്കവും അനുസരിച്ചിട്ടാണ് അവൾ വന്നു കയറുന്ന വീട്ടിലും പരിസര പ്രദേശത്തും അവളുടെ വില നിശ്ചയിക്കുന്നത്. സത്യത്തിൽ ആ സ്വർണത്തെക്കാളും തൂക്കവും വിലയും വാല്യൂവും കഴിവുള്ളവളാണ് പെണ്ണ് എന്ന് അവർ തിരിച്ചറിയുന്ന ഒരു സമയം വരും. ആ ഫാമിലിയിൽ എന്തെങ്കിലും താഴ്ചയോ വീഴ്ചയോ അങ്ങനെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവർക്ക് താങ്ങായി തണലായി അവൾ നിന്നപ്പോൾ അവരറിഞ്ഞിട്ടുണ്ടായിരിക്കാം അവൾക്ക് അതിനേക്കാൾ വലിയ മൂല്യമുണ്ടെന്ന്. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് താമസിച്ചിട്ടുണ്ടാവും. കുത്തുവാക്കുകൾ കൊണ്ട് ഒരുപാട് അവളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവാം. ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞ് അപ്പുറവും ഇപ്പുറമുള്ള അയൽവക്ക പെണ്ണുങ്ങൾ അവളെപ്പറ്റി മാറി നിന്ന് കുശുകുശുത്ത് കഴിഞ്ഞിട്ടുണ്ടാവാം. എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ സത്യത്തിൽ പെണ്ണിന് പൊന്നിൻ്റെ ആവശ്യമേ ഇല്ല. അതിനേക്കാളൊക്കെ വാല്യൂ ഉണ്ട്. അതിനേക്കാളും നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം കഴിവുകളുള്ളവരാണ് ഓരോ സ്ത്രീകളും. ഇപ്പം നമ്മൾ പറയാറുണ്ട് ഈ ചാരായം നിരോധിച്ചെന്നൊക്കെ പറയാറുള്ളത് പോലെ കല്യാണങ്ങൾക്ക് ഈ സ്വർണം കൊടുക്കുന്ന പരിപാടി നിരോധിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളെപ്പോഴും ഒരു അഭിപ്രായം പറയുമ്പോൾ 2 തലങ്ങൾ കാണും. ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പെണ്ണിന് സത്യം പറഞ്ഞാൽ പൊന്നിൻ്റെ ആവശ്യം ഇല്ല. അതിന് എത്ര വില കൂടിയാലും നമ്മളത് ആലോചിച്ച് ടെൻഷൻ അടിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വരണം. സ്വർണ്ണത്തിന് വില കൂടിയെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരും അമ്മമാരൊക്കെ പറയുന്നത് ഓരോ പെൺപിള്ളാരെ ഇനി എങ്ങനെ ഇറക്കി വിടും, അപ്പത്തെ വീട്ടിലെ പെണ്ണുങ്ങളെ എങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കും എന്നുള്ളൊരു ഡയലോഗ് ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു സംസാരിക്കേണ്ടാത്ത ഒരു നിലയിലേക്ക് എത്തണം നമ്മുടെ സമൂഹം. കല്യാണങ്ങൾക്ക് സ്വർണം കൊടുക്കുന്ന ഒരു പരിപാടി ഒഴിവാക്കിയാൽ